രാത്രികാലങ്ങളിൽ 12 മണി കഴിഞ്ഞാൽ, പിന്നെ റമദാനൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ചും ഇഫ്താർ കഴിഞ്ഞ് പിന്നെ സഹരി സുഹൂറിന്റെ വാങ്കൊടുക്കണവരെ സജീവമായും റെസ്റ്റോറൻറ്റുകളിൽ ഇരുന്ന് റോഡ് സൈഡുകളിൽ രാവുകൾ സജീവമാക്കുകയാണ്. ഇഹ്യാഉൽ ലൈൽ ബിത്ത്ആം. പരിതാപകരമാണ്. ഈ ഉമ്മത്തിന്റെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രിയിലെ ഈ അമിത ഭക്ഷണം. അശാ മഗ്രിബ് നിസ്കാരത്തോട് കൂടെ കഴിക്കണം എന്ന് പഠിപ്പിച്ച സുന്നത്താണ് ഹബീബിൻ്റെത്. രാത്രി ഭക്ഷണം മഗ്രിബോട് കൂടെ കഴിക്കണം. നോമ്പുണ്ടെങ്കിൽ മഗ്രിബിന്റെ ഇഫ്താറോടുകൂടെ മഗ്രിബ് കഴിഞ്ഞാൽ കഴിക്കുക. നോമ്പില്ലേ അസ്തമയത്തിന്റെ തൊട്ടടുത്ത് മഗ്രിബ് വാങ്ങി കൊടുക്കുന്നതിന് മുമ്പ് കഴിക്കുക എന്നല്ലാതെ രാത്രിയിൽ 10 മണിക്കും 12 മണിക്കും 2 മണിക്കും പോയിട്ട് പൊറാട്ടയും ബീഫും കഴിക്കലല്ല നമ്മുടെ ചര്യ. എത്രയോ ടർഫിലൊക്കെ കളിക്കുന്ന കുട്ടികൾ കാണാം. രാത്രി കുഴപ്പമില്ല, നിസ്കാരം കളാക്കാതെ ഒരു ഹലാലായ ഒരു കളി കളിക്കുന്നു, അവർക്കൊക്കെ മറിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവസാനം ഒരു ഭക്ഷണം കഴിക്കാൻ പോക്കുണ്ട്. ആ കളിച്ചത് മുഴുവൻ ബാത്തിലാക്കി പിന്നെ എന്നിട്ട് പോയി കിടന്നുറങ്ങുകയാണ്. സുബഹി നിസ്കാരം പോലും ഉണ്ടാവില്ല ചിലപ്പോൾ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കുറെ പൊറാട്ടയും കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങുന്നത്. ഇതൊക്കെ ഒരുപാട് കാലറി ബേൺ ചെയ്തിട്ട് എത്ര അൺഹെൽത്തിയാണിത്. രാത്രികാലങ്ങളിൽ റെസ്റ്റോറന്റ് തുറക്കാത്ത രാജ്യങ്ങളുണ്ട്. രാത്രി ഭക്ഷണം കിട്ടൂല. 8 മണി കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റും ഓപ്പൺ ആവില്ല. അങ്ങനത്തെ രാജ്യങ്ങളുണ്ട്. എത്ര നല്ല സിസ്റ്റമാണെന്നറിയോ. മുസ്ലിം ഉമ്മത്ത് ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് പുണ്യനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നമ്മളെ നശിപ്പിക്കാൻ ഭക്ഷണം ഒരു ലഹരിയായി കൊണ്ടു നടക്കുക. കഫാ ബിൽ മർഇ സർഫൻ അൻ യഅകുല കുല്ല മഷ്തഹാ. ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ പോയി തിന്നുന്നത് ഒരാൾ ചെയ്യുന്ന ഏറ്റവും വലിയ ധൂർത്താണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കുടിക്കാൻ തേൻ കലക്കിയ വെള്ളം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്ന സംഭവമുണ്ട്. ഇന്നഹു ലതയ്യിബുൻ, ഇത് എത്ര മധുരമുള്ളതാണ്, രുചിയുള്ളതാണ്. ലാകിന്നനി അസ്മഉല്ലാഹ നഅ അലാ ഖൗമിൻ ബിസബബി ശഹവതിഹിം. അല്ലാഹു ചില ആളുകളെ അവരുടെ ഭക്ഷണ പ്രേമം കൊണ്ടോ മറ്റോ അല്ലാഹു അവരെ ആക്ഷേപിച്ചത് ഞാൻ കാണുന്നു വിശുദ്ധ ഖുർആനിൽ.